സുഗമോദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഒരു എടുത്തുചാട്ടത്തിന് നന്ദൻ കാണിച്ച ആ ഒരു മണ്ടത്തരം ചന്ദ്രോത്ത് വീട്ടിനെ ഒന്നാകെ പിടിച്ചുലയ്ക്കുന്ന വലിയൊരു പ്രശ്നത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. വഴിയരികിൽ കാണുന്ന ഋഷിയെ വണ്ടി തടഞ്ഞു നിർത്തി അമ്മയെ അപമാനിച്ചതിൻ്റെ പേരിൽ കെവിനും നന്ദുവും കൂടി ചോദ്യം ചെയ്യുന്നുണ്ട്. മാക്സിമം ഒഴിഞ്ഞു മാറി പോകാൻ ഋഷി ശ്രമിക്കുന്നുവെങ്കിലും നന്ദു ആണെങ്കിൽ വിട്ടുപോകാൻ സമ്മതിക്കുന്നില്ല. വണ്ടിയിൽ നിന്ന് അവനെ ഇറക്കി കാല് പിടിച്ച് മാപ്പ് പറയണമെന്ന് പറയുമ്പം ഋഷിയുടെ സ്വഭാവം മാറുന്നുണ്ട്. ഞാൻ നിന്നോട് മാപ്പ് പറയാനോ? ഒരിക്കലുമില്ല. എന്നോടും എൻ്റെ കുടുംബത്തിനോടും ചെയ്ത ക്രൂരതയ്ക്ക് നിൻ്റെ അമ്മയും എല്ലാവരും എൻ്റെ കാലാണ് പിടിക്കേണ്ടതെന്ന് പറയുമ്പോൾ എന്ത് പറഞ്ഞിടാന്ന് പറഞ്ഞ് ആഞ്ഞടിക്കുന്നുണ്ട് നമ്മുടെ ഋഷിയെ നന്ദു. അങ്ങനെ തുടർച്ചയായിട്ടുള്ള അടിയിൽ നമ്മുടെ ഋഷിയാണെങ്കിൽ ബോധം കെട്ട് താഴെ വീഴുന്നു. അവൻ്റെ ഒരു ആക്ടിംഗ് ആണെന്ന് നന്ദു ആദ്യം തെറ്റിദ്ധരിച്ചുവെങ്കിലും കെവിൻ പറയുന്നു സംഭവം കൈവിട്ടു പോയി, ഋഷിക്ക് ബോധമില്ല, താണ്ടെ വല്ലാണ്ട് കിടക്കുന്നു എന്ന് പറയുമ്പം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് നന്ദു പറയുന്നു. ഒരിക്കലും വേണ്ട, ഈ കണ്ടീഷനിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് പ്രശ്നം ഉണ്ടാകുന്നതെന്ന് കെവിന് മനസ്സിലായതുകൊണ്ട് തന്നെ ഇവനെ എവിടെ കൊണ്ടുപോകണമെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞ് വണ്ടിയിലേക്ക് രണ്ടുപേരും കൂടി ഋഷിയെ പിടിച്ച് കയറ്റി കൊണ്ടുപോകുന്നു. അങ്ങനെ ആൾതാമസമില്ലാത്ത ഒരു വീട്ടിലേക്ക് കെവിനെ കൊണ്ടുപോയി അവിടെ കിടത്തുന്നുണ്ട്. ഋഷിയാണെങ്കിൽ ബോധമില്ലാത്ത രൂപത്തിൽ കിടക്കുവാണ്. മുഖത്ത് വെള്ളം തളിച്ചിട്ട് പോലും അവന് ബോധം വരുന്നില്ല. അപ്പം നന്ദു പറയുന്നുണ്ട് പലതരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടെന്ന് ദേവിക പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്. മാത്രമല്ല വർഷങ്ങളായിട്ട് ഇവൻ കിടപ്പിലുമായിരുന്നു. ഇപ്പം കുറച്ച് നാളുകൊണ്ട് എണീറ്റ് നടക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. ഇനി ഇവൻ്റെ ജീവനെങ്ങാനും പോയി കാണുമോ? എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യട കെവിനെ, ഞാനിനി എന്ത് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്ന സമയത്ത് കെവിനാണെങ്കിൽ നന്ദുവിനെ സമാധാനിപ്പിക്കുന്നു. അതേസമയം ഭാർഗവിയുടെ വീട്ടിലേക്ക് നമ്മുടെ ദേവിക ചെല്ലുന്നുണ്ട്. ഭാർഗവി ആണെങ്കിൽ കലി തുള്ളി നിൽക്കുന്നു. മുമ്പത്തെ പ്രഭാവതി മേഡം ആയിരുന്നെങ്കിൽ ഇപ്പം ഋഷിയെയും അവൻ്റെ അമ്മയും ഈ നാട്ടിൽ നിന്ന് തന്നെ പുകച്ചേനെ. എൻ്റെ കുഞ്ഞ് എന്തുമാത്രം ഒതുങ്ങിയെന്നറിയാമോ? അപ്പം ദേവിക പറയുന്നു ചന്ദ്രോത്ത് വീട്ടിലെ എല്ലാവർക്കും സമാധാനത്തോടുള്ളൊരു ജീവിതം വേണമെന്നുള്ള ആഗ്രഹത്തിലാണ് അമ്മയെല്ലാം ക്ഷമിച്ചു കൊടുക്കുന്നത്. പക്ഷെ ക്ഷമിച്ചു കൊടുക്കുന്നതിനനുസരിച്ച് ഋഷി ഇച്ചിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നെങ്കിലും ശരിക്കും അമ്മയ്ക്കും നല്ല വിഷമമുണ്ട്. പിന്നെ അമ്മയും കൂടി പ്രതികരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നം വഷളാകുമെന്ന് വിചാരിച്ചിട്ടാണ് അമ്മ ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് വിട്ട് കളയുന്നത്. എന്തായാലും കുഞ്ഞിനിപ്പം വല്ലാത്ത സങ്കടമായിരിക്കല്ലേ. ഞാൻ ഇന്ന് എന്തായാലും ചന്ദ്രോത്ത് വീട്ടിലേക്ക് പോകണമെന്ന് വിചാരിച്ചിരിക്കുക. മോൾ എന്തായാലും അകത്തേക്ക് ചെല്ല്, ഗൗരി അകത്തുണ്ടെന്ന് പറയുന്ന സമയത്ത് ദേവിക പറയുന്നുണ്ട് എനിക്ക് അകത്തേക്ക് കയറാനൊന്നും സമയമില്ല ആൻറ്റി, എനിക്ക് അത്യാവശ്യമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്, ഞങ്ങളിപ്പോൾ തന്നെ പോവുകയെന്ന് പറഞ്ഞ് മുരളിയും ദേവികയായിട്ടങ്ങ് പോകുന്നുണ്ട്. അതേസമയം വഴിയരികിൽ നമ്മുടെ പ്രഭാവതിയും അരുന്ധതിയും മീറ്റ് ചെയ്യുന്നു. നിനക്കെന്നെ വ്യക്തമായിട്ടറിയാം, നിൻ്റെ മകനെ വിട്ട് എന്നെ അപമാനിച്ചാലെന്നും അങ്ങനെയൊന്നും കുലുങ്ങുന്നവളല്ല ഈ പ്രഭാവതി. മനസ്സിലൊരു പ്രതികാരം തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അവരെ എന്തുമാത്രം ചെയ്യുമെന്നുള്ള കാര്യം ഈ ലോകത്ത് മറ്റാരേക്കായും നന്നായിട്ട് അറിയാവുന്നതാണ് നിനക്കും നിൻ്റെ മോനും. എന്നിട്ടും നിങ്ങൾക്ക് ഒതുങ്ങി ജീവിക്കാൻ പറ്റില്ലല്ലേ? ഈ പ്രഭാവതി നിങ്ങളാരും വിചാരിക്കുന്ന ഒരാളല്ല. നിൻ്റെ മകനോട് പറഞ്ഞേക്കണം അടങ്ങി ഒതുങ്ങി ജീവിക്കണമെന്ന്, അല്ലെന്നുണ്ടെങ്കിൽ ഒന്നിനും ഞാൻ വെച്ചേക്കില്ല. മരുമകൾ MLA ആയതിൻ്റെ അഹങ്കാരമാണോ ഇപ്പോൾ ഈ പ്രകടിപ്പിക്കുന്നത് എന്ന് ചോദിക്കുമ്പം അതുകൊണ്ടെന്ന് തന്നെ കൂട്ടിക്കോ. എന്തായാലും നീ എൻ്റെ കുടുംബത്തിൽ ഒരു MLA ഉണ്ടാക്കി തന്നത് ഞങ്ങൾക്ക് ഒരുപാട് ഉപകാരമായി. ഞങ്ങളുടെ ചന്ദ്രോത്ത് വീട്ടിൻ്റെ പഴയ പ്രതാപവും ഐശ്വര്യമൊക്കെ വീണ്ടും കിട്ടി. ദേവിക മോളെ നിങ്ങളോടൊപ്പം ചേർത്ത് നിർത്തി ചന്ദ്രോത്ത് വീട്ടിലുള്ളവരോട് പ്രതികാരം ചെയ്യാമെന്ന് വിചാരിച്ചല്ലേ, അവിടെയാ ശരിക്കും നിനക്ക് തെറ്റുപറ്റിപ്പോയെന്ന് പറഞ്ഞ് പ്രഭാവതിയാണെങ്കിൽ അരുന്ധതിയെ കളിയാക്കുന്നുണ്ട്. നന്ദൻ കാണിച്ചു വച്ചിരിക്കുന്ന മണ്ടത്തരം ഒന്നും അറിയാതെയാണ് ശരിക്കും പറഞ്ഞാൽ പ്രഭാവതി അരുന്ധതിയെ വെല്ലുവിളിക്കുന്നത്. പക്ഷെ നന്ദൻ ഋഷിയെ തല്ലിക്കൊന്നു എന്നുള്ള കാര്യമാണ് അറിയുമ്പോഴത്തേക്കും പ്രഭാവതി ശരിക്കും അറ്റാക്ക് വന്ന് വീണില്ലെങ്കിൽ കൊള്ളാം. കാരണം ചന്ദ്രോത്ത് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകരുത് എന്ന് കരുതി ക്ഷമിച്ചും പുറത്തും ജീവിക്കുന്ന ആ സമയത്ത് നന്ദനാണെങ്കിൽ ഒരു വാശിപ്പുറത്ത് കാണിച്ച ഒരു വലിയ മണ്ടത്തരം നന്ദനെ മിക്കവാറും ജയിലിലെത്തിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. മിക്കവാറും നമ്മുടെ ഋഷിക്ക് ആപത്തൊന്നും സംഭവിച്ചു കാണില്ല. ഇനി കെവിൻ്റെ കെയർ ഓഫിലുള്ള ഏതെങ്കിലും ഒരു ഡോക്ടറെ കൊണ്ടുവന്ന് പരിശോധിച്ച് നോക്കുമ്പം മരണപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അസുഖം ഭേദമാക്കി ഋഷിയെ യാതൊരു ആപത്തും കൂടാതെ പറഞ്ഞു വിടാനാണോ ഇനി നന്ദൻ്റെയും കെവിൻ്റെ ഉദ്ദേശമെന്ന് കാത്തിരിക്കാം. എന്തായാലും നമ്മുടെ CP ആണെങ്കിൽ ത്യാഗരാജനെ വിളിക്കുന്നുണ്ട്. ഇതുവരെ ഋഷിയെ വിളിച്ചിട്ട് ഒരറിവുമില്ല, കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അവൻ അവിടേക്കെങ്ങാനും വന്നോ അതോ ഇനി എവിടെയെങ്കിലും പോകുന്ന കാര്യങ്ങളും പറഞ്ഞോ എന്ന് നോക്കുമ്പോൾ ത്യാഗരാജൻ പറയുന്നുണ്ട് ഞാൻ രാവിലെ മുതൽ വിളിക്കുന്നുണ്ട്, എനിക്കും വിളിച്ചിട്ട് കിട്ടുന്നില്ല, എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല,
മനസ്സിൽ എന്തോ ഒരു പേടി, എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്നൊരു തോന്നലെന്നൊക്കെ CP പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ത്യാഗരാജന് വല്ലാത്ത പേടിയുണ്ട്. കാരണം പ്രഭാവതിയെയാണ് വെറുപ്പിച്ചിരിക്കുന്നത്. പ്രഭാവതി പരാതി കൊടുത്തിട്ടില്ലെങ്കിൽ മനസ്സിൽ എന്തോ ഒരു പ്ലാൻ ഒളിപ്പിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ത്യാഗരാജനറിയാം. ഇനി ഋഷി അപായപ്പെടുത്താനും കാണും, പ്രഭാവതി ശ്രമിച്ചു കാണുമെന്നായിരിക്കും ത്യാഗരാജൻ കരുതിയിരിക്കുന്നത്. ഋഷിയെ കാണാത്തതിൻ്റെ പേരിൽ അരുന്ധതി കംപ്ലൈൻറ്റ് കൊടുക്കുമ്പം മിക്കവാറും നമ്മുടെ പ്രഭാവതി അകത്തു പോകാനാണ് എല്ലാ സാധ്യതയും. കാരണം ക്ഷേത്രമുറ്റത്ത് വെച്ച് പ്രഭാവതിയെ അപമാനിച്ചതിൻ്റെ പേരിൽ പ്രഭാവതി ഇപ്പം തന്നെ അരുന്ധതിയോട് വെല്ലുവിളിച്ച് പറഞ്ഞിരിക്കുന്നത് എന്തുവാ, പ്രതികാരം ചെയ്യണമെങ്കിൽ ഏത് രൂപത്തിനും പ്രതികാരം ചെയ്തിട്ടേ പിന്മാറുള്ളൂ എന്നൊക്കെ വെല്ലുവിളിച്ചില്ലേ. ആ കാര്യങ്ങളെല്ലാം ആലോചിച്ചിട്ട് ഋഷിയെ കാണാതാകുന്ന ഈ സിറ്റുവേഷനെ പ്രഭാവതിയുമായിട്ട് തന്നെ അരുന്ധതി കൂട്ടി ആലോചിക്കൂ. അങ്ങനെ പ്രഭാവതിയെ പോലീസ് കൊണ്ടുപോകുന്ന ആ ഒരു നിമിഷമായിരിക്കും ഇനി വരാൻ പോകുന്നേ.